വെൽക്കം ടു ശ്രീയാമി വ്ളോഗ്സ്. ഇന്ന് നമ്മളിവിടെ പാചകം ചെയ്യാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. അതിന് 1/2 kg പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കാം. 3 ഓനിയൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യമായ സ്പൈസസ് കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം 2 തക്കാളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് ജീരകശാല റൈസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിലേക്ക് നമുക്ക് ഇഞ്ചി, ഗാർലിക്, പച്ചമുളക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി അത് വെന്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും പകുതി ഒനിയൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ചെറിയൊരു സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് ചെറിയൊരു സ്പൂൺ നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കുക. വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം മാറ്റി വയ്ക്കാം. പിന്നീട് റൈസ് റെഡിയാക്കാനായി പാനിലേക്ക് നെയ്യ് ചേർക്കുക. 2 സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് തക്കോലം, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവയാണ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറുതായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയനിൽ നിന്നും ഹാഫ് ഓൾറെഡി നമ്മളെടുത്തു. ബാക്കിയുള്ളതിൻ്റെ ഹാഫ് എടുക്കുക. അതിനുശേഷം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരുന്ന ജീരകശാല റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചതിന് ശേഷം റെഡിയായി വെച്ചിരുന്ന പ്രോൺസിലേക്ക് പുതിന ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ റൈസ് ഇടുക. റൈസിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ആഡ് ചെയ്യുക. അതിനുശേഷം മല്ലിയില, പുതിനയില ആഡ് ചെയ്ത് വീണ്ടും റൈസ് ഇടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് ആഡ് ചെയ്യുക. ഇത് ദം ചെയ്തെടുക്കണം. 10-12 മിനിറ്റോളം ദം ചെയ്യാനായി മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിക്കാവുന്നതാണ്. നമ്മളുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയെ പറ്റിയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.